ഈ വെള്ളയപ്പത്തിന്റെ ഒരു കൂട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അതൊന്നും സീക്രട്ടാ, അതങ്ങനെ പുറത്തേക്ക് പറയില്ല. ക്രിസ്മസിന് വെള്ളയപ്പവും സ്റ്റൂവും എല്ലാവരും ഇഷ്ടപ്പെടും. തൃശ്ശൂരിൽ നിരവധി പേർ വെള്ളയപ്പം വാങ്ങാൻ തൃശ്ശൂരിലെ വെള്ളയപ്പങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്. അതിപുരാതനവും പ്രസിദ്ധവുമായതാണ് വെള്ളയപ്പങ്ങാടി. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ട്രീറ്റ് ആകെ കാലങ്ങളായി വെള്ളയപ്പത്തിൻ്റെ ബിസിനസ്സാണ് നടത്തി വരുന്നത്. ഇവിടെ നിരവധി കുടുംബങ്ങൾ കാലങ്ങളായി വെള്ളയപ്പവും സ്റ്റൂവും വിറ്റാണ് ജീവിക്കുന്നത് എന്ന് പറയാം. കാലങ്ങൾക്ക് മുമ്പ് ശക്തൻ തമ്പുരാൻ കൊണ്ടുവന്ന് താമസിപ്പിച്ച നിരവധി ക്രിസ്ത്യൻ കുടുംബങ്ങൾ പിന്നീട് വെള്ളയപ്പം വിറ്റ് ജീവിക്കുന്നത് തൊഴിലാക്കി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇവിടെ കാണാം വളരെ സോഫ്റ്റായ നല്ല സൂപ്പർ വെള്ളയപ്പം ഇവിടെ റെഡിയാണ്. ഇവിടെ തൊട്ടടുത്ത് അല്ല അടിപൊളിയാണ് കേട്ടത് കഴിക്കാൻ, 2 സ്റ്റൂ ഒക്കെ ചേർത്ത് കഴിക്കണം. അപ്പോൾ തൊട്ടടുത്ത് പുത്തമ്പള്ളിയുണ്ട്. മറ്റ് സ്ഥലങ്ങളിലും രാവിലെ പള്ളിക്ക് കുർബാനയ്ക്ക് വരുന്നവർ വെള്ളയപ്പവും സ്റ്റൂവും വാങ്ങി വീട്ടിലേക്ക് പോകുന്നതാണ് പതിവ്. എന്താ ഇതിൻ്റെ ഒരു മൂഡ് എങ്ങനെയാണ്? അന്നത്തെ ക്രിസ്മസ് മൂഡ് എങ്ങനെയാണ്? അടിപൊളിയാണ്, നല്ല കച്ചവടം. രാവിലെ മുതൽ നല്ല തിരക്കാം? ഇന്നലെ രാത്രി മുതൽ നല്ല തിരക്കാം. ആണല്ലേ? എത്ര വെള്ളയപ്പം പോയി കാണും ഇന്നലെ രാത്രി മുതൽ രാവിലെ വരെ? അങ്ങനെ ചോദിച്ചാൽ എത്ര പോയിണ്ടാവുമ്പോ അങ്ങനെയൊന്നും അറിയില്ല. ആണല്ലേ? എന്താ ഇതിനോട് കോംബോ? നമ്മൾ വെള്ളയപ്പം മാത്രമേ കൊടുക്കുള്ളൂ, അതിനോട് സ്റ്റൂ ഒന്നും കൊടുക്കാറുണ്ടോ? കോംബോ മാത്രം, കോംബോ ഇല്ല, വെള്ളയപ്പം മാത്രം. വെള്ളയപ്പം കൊടുക്കാറുണ്ട്. 1 2 3 4 5 ഇതിലായിട്ട് വെള്ളയപ്പം തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? തകർപ്പൻ കച്ചവട, അടിപൊളിയായിട്ട് നീങ്ങണം. എന്താ ഈ വെള്ളയപ്പത്തിന്റെ ഒരു കൂട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അതൊന്നും സീക്രട്ടാ, അതങ്ങനെ പുറത്തേക്ക് പറയില്ല. അതിന് ഇവിടൊക്കെ അതിനുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കണം. ആണല്ലേ? എത്ര കടകളുണ്ട് അവിടെ? 11 കടയുണ്ട്. എല്ലാ ദിവസവും ഉണ്ടോ അല്ലേ? എല്ലാ ദിവസവും. ഇതിന്റെ കൂടെ വെള്ളയപ്പത്തിനൊപ്പം നമ്മൾ സ്റ്റൂ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? അത് വേറെ അത് ഓർഡർ തന്നെ കൊടുക്കും, അല്ലാണ്ട് കറിയായിട്ട് ഇവിടെ കൊടുക്കുന്നില്ല. ആ ദൃശ്യങ്ങളിൽ കാണാം നല്ല സൂപ്പർ വെള്ളയപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ തന്നെ തീർന്നുമല്ലേ? ഇത് കൊടുക്കാൻ പറ്റില്ല, അത്ര ആളുകളാ. ഇനിയിപ്പോ ഓർഡർ കൂടുതലാ. കൂടുതലാണ്. എന്തായാലും ചേട്ടാ ക്രിസ്മസ് എങ്ങനെയുണ്ട്? അടിപൊളി. ഇതിപ്പോ വെള്ളയപ്പം ഓർഡർ ചെയ്ത് പോവാണോ? ഓർഡർ ചെയ്ത് പോവാ. എത്ര എണ്ണം പറയുന്നുണ്ട്? 20 പറയാണല്ലോ. ഓക്കെ. ഉഷാറാണ് കാര്യങ്ങൾ. അതെ. അതാണ് ഈ വെള്ളയപ്പങ്ങാടിയുടെ ഒരു പെരുമ എന്ന് പറയുന്നത്. രാവിലെ മുതൽ നിരവധി പേര് എത്തുന്നുണ്ട്. മിക്ക ദിവസങ്ങളിലും ഇതാണ് ഇവിടുത്തെ സ്ഥിതി. നമുക്ക് മറ്റു ചില ആളുകളോട് ചോദിക്കാം. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എങ്ങനെയുണ്ട് ക്രിസ്മസ്? അടിപൊളി ക്രിസ്മസ്. വെള്ളയപ്പവും സ്റ്റൂവും മസ്റ്റാണോ? മസ്റ്റാ. ഞങ്ങൾ കൊല്ലത്തുനിന്ന് വന്നതാ. കൊല്ലത്ത് വന്നിട്ട് ഇവിടുത്തെ സ്റ്റോറിയെ കേട്ടിട്ട് ഇവിടുത്തെ ക്രിസ്മസ് ഇഷ്ടപ്പെട്ടു. ഇന്നലെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട്. എങ്ങനെയുണ്ട് കാര്യം? ഞാൻ ഇവരോട് ഉള്ള അടിപൊളി കുർബാനൊക്കെ കൂടി കൂടി. ഇവിടെയും നല്ല സോഫ്റ്റ് വെള്ളയപ്പങ്ങൾ റെഡിയാണ്. അമ്മച്ചി എങ്ങനെയാണ് ഈ വെള്ളയപ്പത്തിന്റെ കാര്യങ്ങളൊക്കെ? അത് കഴിക്കാം, ഷൂട്ട് വേണ്ടി കഴിക്കാം. സംഭവം സൂപ്പറാണ്. അപ്പോൾ ഞാനെന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്, വീട്ടിലേക്ക് വാങ്ങിയിട്ട് പോകാറുണ്ട്. വൈകുന്നേരങ്ങളിൽ വരും. വൈകുന്നേരം ഇവിടെ സജീവമാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ പുതുമയില്ല, പക്ഷേ പ്രേക്ഷകർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കുമെന്ന് കരുതുന്നു. എന്തായാലും ക്രിസ്മസ് വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി നിരവധി പേർ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. തൃശ്ശൂരിൽ നിന്നും നടരാജ് പശുറാം, മീഡിയ വൺ.